SSLC ക്ലാസ് 10ൻ്റെ ബയോളജിയിലുള്ള ചാപ്റ്റർ 8 ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലിനി എവിഡൻസസ് ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് എവല്യൂഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളത് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് എവിഡൻസസ് കിട്ടുന്നത്. അപ്പോൾ എന്തൊക്കെ ടൈപ്പ് എവിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഫോസിൽസ് ഉണ്ട്, എവിഡൻസ് ഉണ്ട്, ഫോസിൽസ് ഉണ്ട്, അതുപോലെ തന്നെ ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറയുന്ന സംഭവമുണ്ട്, അതുപോലെ തന്നെ ബയോകെമിസ്ട്രിയുടെ എവിഡൻസസ് ഉണ്ട്, അതുപോലെ മോളിക്കുലർ ബയോളജി. അങ്ങനെ 4 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഫോസിൽസ്, അതേപോലെ ഹോമോലോഗസ് ഓർഗൻസ്, അതുപോലെ ബയോകെമിസ്ട്രി ആൻഡ് ഫിസിയോളജി, അതുപോലെ തന്നെ മോളിക്കുലർ ബയോളജി. അപ്പോൾ നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം. ഫോസിൽസിൻ്റെ സ്റ്റഡിയാണ് പാലിയന്റോളജി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫോസിൽസ് എന്താണ് സംഭവം? ഫോസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിമിറ്റീവ് ആയിട്ടുള്ള പണ്ടത്തെ ഓർഗാനിസത്തിൻ്റെ ബാക്കി പത്രങ്ങൾ, അതായത് റെമനൻസിനെയാണ് നമ്മൾ ഫോസിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ശരിക്കും ഫോസിൽസ് ആണ് ശരിക്കും നമ്മുടെ ലൈഫിൻ്റെ ഹിസ്റ്ററി ഓഫ് ലൈഫിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശരിക്കും ഫോസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോസിൽസ് എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഫോസിൽസ് ഉണ്ട്. ഒന്ന് ചിലപ്പോൾ ബോഡി അല്ലെങ്കിൽ ബോഡി പാർട്സ് തന്നെയായിരിക്കും, ചിലപ്പോൾ ഫിംഗേഴ്സ്, നെയിൽസ്, അതുപോലെ ഭയങ്കര സ്നോയിലൊക്കെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഡീക്കെ ആവാണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ ബോഡീസൊക്കെ നമുക്ക് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റോക്സിലൊക്കെ ഇംപ്രിൻറ്റ്സ് ഉണ്ടാവും, കുഞ്ഞതായിട്ട് ഇംപ്രിൻറ്റ്സ് ഉണ്ടാവും, ഈ ബോണിൻ്റെ ഒക്കെ ഇംപ്രിൻറ്റ്സ് ഉണ്ടാവും. ആ ഇംപ്രിൻറ്റ്സിനെ നമ്മൾ ഫോസിൽസ് എന്ന് പറയും. അപ്പോൾ ബോഡി പാർട്സ് അല്ലെങ്കിൽ ഇംപ്രിൻറ്റ്സ്, അതിനെയൊക്കെ നമ്മൾ ഫോസിൽസ് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഫോസിൽസ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഫോസിൽ എത്ര പഴക്കമുള്ളതാണ്, ഏജ് ഓഫ് ദ ഫോസിൽ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. കാർബൺ 14 ടെക്നിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടെക്നിക്സ് ഉണ്ട്. അപ്പോൾ 2 മെത്തേഡിൽ ആക്ച്വലി നമുക്ക് ഫോസിൽസിൻ്റെ ഏജിനെ ചെയ്യാം. ഒരെണ്ണം റിലേറ്റീവ് മെത്തേഡ് എന്ന് പറയാം, അതേപോലെ തന്നെ കാർബൺ 14 ടെക്നിക്ക്. തൽക്കാലം നമുക്ക് അതൊന്നും പഠിക്കാനില്ല. അപ്പോൾ ഇതിനെ നമുക്ക് സയൻറ്റിഫിക്കലി നമ്മുടെ ഫോസിൽസിൻ്റെ ഏജിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഫോസിൽസിനെ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, ഈ ജിയോളജിക്കൽ ടൈം സ്കെയിലിൽ, അതായത് ഈ എന്താ പറയുക, നമ്മുടെ പ്രോ ക്യാരിയോട്ടിക് വന്ന സമയമാണോ, അല്ല യു ക്യാരിയോട്ടിക് സമയമാണോ, അല്ല നമ്മുടെ ഡൈനോസർ ഇറ ആണോ, അങ്ങനെ ജിയോളജിക്കൽ ടൈം സ്കെയിൽ വെച്ചിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്യും ഈ ഫോസിൽ ഏത് ടൈം സ്കെയിലിലാണ്. എന്നിട്ട് അതിൻ്റെ പെക്യുലാരിറ്റീസൊക്കെ നമ്മൾ പഠിക്കും എന്ന് പറഞ്ഞിട്ട് പറയാം. അങ്ങനെയാണ് നമ്മൾ ഫോസിൽസ് വെച്ചിട്ട് ഈ പർട്ടിക്കുലർ ഓർഗാനിസം ഏത് ജിയോളജിക്കൽ ടൈം പീരിയഡിലാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ പെക്യുലാരിറ്റീസ് പഠിക്കുന്നത്. ഇപ്പോഴത്തെ ഓൾഡസ്റ്റ് നോൺ ഫോസിൽ ഏതാണെന്നറിയോ? ഒരു 3.5 ബില്യൺ ഇയേഴ്സിന് മുമ്പ് ഉള്ള പ്രോക്യാരിയോട്സിൻ്റെയാണ് ഓൾഡസ്റ്റ് നോൺ ആയിട്ടുള്ള ഫോസിൽ എന്ന് പറയുന്നത്. സോ ഫോസിൽസ് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, റോക്കിലുണ്ടാവും, റോക്കിൻ്റെ ഇംപ്രിൻസിലുണ്ടാവും. അപ്പോൾ ഓരോ ലെയർ, ഇപ്പം റോക്ക് തന്നെ ഉണ്ടല്ലോ, ചെറിയൊരു സ്റ്റോൺ ആയിരിക്കും, അതിങ്ങനെ അക്യൂമുലേറ്റഡ് ആയി വലുതായിട്ടുണ്ടാവും. അപ്പോൾ ഈ കുഞ്ഞു റോക്കിൽ തന്നെ ചെറിയ ഓർഗാനിസംസ് വന്നിട്ടുണ്ടാവും. അതിൻ്റെ മുകളിലായിരിക്കും മറ്റേ ലെയർ വരുന്നത്, അതിൻ്റെ മുകളിലായിരിക്കും അടുത്ത ലെയർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോരോ ലെയറിലും ചിലപ്പോൾ പല ഓർഗാനിസംസ് ഒക്കെ ഉണ്ടാവും, ഓർഗാനിസത്തിൻ്റെ ഫോസിൽസ് ഉണ്ടാവും എന്ന് പറയുകയാണേ. അപ്പോൾ ഫോസിൽസ് റോക്കിൻ്റെ തന്നെ പല ലെയറിലും നമുക്ക് കിട്ടും. അപ്പോൾ ആ ലെയേഴ്സിൽ നിന്നാണ് നമുക്ക് ഈ ശരിക്കും മനസ്സിലായേക്കണേ പ്രോക്യാരിയോട്സ് നിന്നാണ് യൂക്യാരിയോട്സ് ഉണ്ടായേക്കണേന്ന്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ യൂക്യാരിയോട്ട് ഏത് ലെയറിലായിരിക്കും? അപ്പർ ലെയറിലായിരിക്കും, അല്ല ഡൗണിലുള്ള ഏറ്റവും ഉള്ളിലത്തെ ലെയറിലായിരിക്കും യൂക്യാരിയോട്ട് ഉണ്ടാവുക? ഏറ്റവും കുഞ്ഞു സ്റ്റോൺ ആണെങ്കിൽ പണ്ടുണ്ടായിരുന്നത് ഏറ്റവും കുഞ്ഞു സ്റ്റോൺ ആണെന്ന് ചോദിച്ചാൽ അപ്പോഴായിരിക്കും ചിലപ്പോൾ ആദ്യം ഉണ്ടായത് പ്രോക്യാരിയോട്ട്. അപ്പോൾ അവരുടെ ഫോസിൽ വരും. എന്നിട്ട് മുകളിലേക്ക് ആകുമ്പോഴത്തേക്കും അത് അടഞ്ഞ് അവസാനം യൂക്യാരിയോട്ട് വരും. എന്നിട്ട് പിന്നെ ഫോസിൽസ് വന്നിട്ട് വീണ്ടും, എന്നിട്ട് പിന്നെ റോക്ക് അടഞ്ഞ് വരും. അപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിലായിരിക്കും ആദ്യത്തെ ജീവികൾ ഉണ്ടാവുക, ദാറ്റ് ഈസ് പ്രോക്യാരിയോട്സ് ഉണ്ടാവുക. എന്നിട്ട് പുറത്തെ ലെയറിലാണ് യൂക്യാരിയോട്സ് ഉണ്ടാവുന്നത്. കണ്ടോ? അപ്പോൾ റിലേറ്റീവായിട്ടും നമുക്ക് ഈ പറയാൻ പറ്റും എങ്ങനെയാണ് എവല്യൂഷൻ നടന്നത്. ഉള്ളിലത്തെ ലെയറിൽ ആദ്യത്തെ ഓർഗാനിസംസും അതേപോലെ പുറത്തെ ലെയറിൽ പിന്നീട് വന്നിരിക്കുന്ന ഓർഗാനിസം ആണെന്ന് നമുക്ക് പറയാൻ പറ്റും എന്ന് പറയാം. അപ്പോൾ ഈ പറയുന്ന പോലെ ഫോസിൽസിൽ നിന്ന് വേറൊരു കാര്യം കൂടി നമുക്കറിയാൻ പറ്റും. ഇപ്പം ആദ്യം ഉണ്ടായിരിക്കുന്ന പ്രിമിറ്റീവ് ആയിട്ടുള്ള ഫോസിൽസിലൊക്കെ ഭയങ്കര സിമ്പിൾ സ്ട്രക്ചറാണ് ഉണ്ടായിരുന്നത്. പ്രോക്യാരിയോട്ടിസിൻ്റെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞില്ല, അതിന് സെൽ ഓർഗനൽസോ അല്ലെങ്കിൽ ഒരു കിടിലൻ ന്യൂക്ലിയർ എൻവലപ്പോ ഒന്നുമില്ല. അതേസമയം റീസെൻ്റ് ആയിട്ടുണ്ടായിരിക്കുന്ന ഓർഗാനിസത്തിൻ്റെ ഫോസിൽസ് എന്ന് പറയുന്നതിന് കുറേ കൂടി കോംപ്ലെക്സ് സ്ട്രക്ചറാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ, അതായത് ഭയങ്കര സിമ്പിൾ സ്ട്രക്ചറിൽ നിന്നും ഭയങ്കര കോംപ്ലെക്സ് സ്ട്രക്ചറിലേക്ക്
ഒറ്റയടിക്ക് ഒരു ജമ്പല്ല നടത്തിയിരിക്കണേ. ചില ഫോസിൽസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ വരുന്നത്. ചില ഓർഗൻസ് സിമ്പിളായിരിക്കും, അതേസമയം ചില പാർട്സ് ഭയങ്കര കോംപ്ലെക്സ് ആയിട്ട് ഇങ്ങനെ വളർന്ന് വരുന്നത് നമുക്ക് കണക്റ്റിംഗ് ഫോസിൽസ് എന്ന് പറയുന്ന സംഭവം, കണക്റ്റിംഗ് ലിങ്ക്സ് വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്ന് പറയാണ്. അപ്പോൾ ചില ഫോസിൽസ് ആണ് കറക്റ്റ് ഇങ്ങനെ എന്താ പറയുക, ഓരോ സ്പീഷീസിൻ്റെ ഇടയിലുള്ള ലിങ്ക് എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ നമുക്ക് അറിയാൻ പറ്റും ചില ഫോസിൽസ് വഴി. സോ സർട്ടൻ ഫോസിൽസ് കണക്റ്റിംഗ് ലിങ്ക്സ് ആയിട്ട് ആക്ട് ചെയ്യും ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സ്പീഷീസ്. ഒരു സ്പീഷീസിൽ നിന്നും അടുത്ത സ്പീഷീസിലേക്കുള്ള കണക്റ്റിംഗ് ലിങ്ക് ഇവരിൽ എന്താണ് ചേഞ്ച് എന്നുള്ളത് ഈ ഫോസിൽസ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. സോ പ്രിമിറ്റീവ് ഫോസിൽസ് ഉണ്ട്, അതേപോലെ പ്രിമിറ്റീവ് ഫോസിൽസിന് സിമ്പിൾ സ്ട്രക്ചറാണ്, അതേപോലെ റീസെൻ്റ് ആയിട്ട് ഫോം ചെയ്തതിന് കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചറാണ്. പക്ഷെ ചില ഫോസിൽസ് ഈ പറയുന്ന പോലെ ദേ ആക്ട് ആസ് കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ പല പല സ്പീഷീസ് എന്ന് പറയാം. അപ്പോൾ ഫോസിൽസിൻ്റെ കാര്യം കഴിഞ്ഞു. ഫോസിൽസ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഫോസിൽസ് എന്ന് പറഞ്ഞു, അത് ബോഡി പാർട്സ് ആവാം അല്ലെങ്കിൽ ഫുൾ പാർട്സ് ആവാം എന്നുള്ളത് പറഞ്ഞു. അതേപോലെ ഏജ് ഓഫ് ഫോസിൽ നമുക്ക് 2 മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്താ കാർബൺ 14 മെത്തേഡ് അല്ലെങ്കിൽ റിലേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞു. ഇതിൽ തന്നെ ഓൾഡസ്റ്റ് ഫോസിൽ പ്രോകാരിയോട്സിൻ്റെ ആണെന്ന് പറഞ്ഞു. അതേപോലെ അതേപോലെ തന്നെ ഫോസിൽസ് പല ലേയേഴ്സ് ഓഫ് റോക്സിൽ നിന്നും പല ലേയേഴ്സ് ഓഫ് റോക്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഏറ്റവും ഉള്ളിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് ചിലപ്പോൾ പ്രോകാരിയോട്സിൻ്റെ ആയിരിക്കാം, പുറത്തെ ലേയേഴ്സ് എന്നായിരിക്കും ചിലപ്പോൾ യൂകാരിയോട്സിനെ കിട്ടുക, വിച്ച് ഷോസ് ദാറ്റ് പ്രോകാരിയോട്സ് ആണ് ഈവൻ മോർ ഓൾഡർ ബീയിങ്സ് എന്ന് നമുക്ക് അറിയാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് പറയാം. അതേപോലെ തന്നെ ഈ ഫോസിൽസിൻ്റെ സെൽ പാർട്സ് ഉണ്ടാവും, കാരണം ചിലപ്പോൾ ബോഡി പാർട്സ് തന്നെയാണ് നമുക്ക് കിട്ടുക. അതേപോലെ തന്നെ അപ്പോൾ സെല്ല് എങ്ങനെയാണ് ഉണ്ടാക്കിയേക്കണേ, അതാണ് സെൽ ബയോളജി എന്ന് പറയുന്നത്. അപ്പോൾ സെല്ലിൻ്റെ പെക്യൂലാരിറ്റീസ് നമുക്ക് ഫോസിൽസിൽ നിന്ന് അറിയാൻ പറ്റും. അതേപോലെ സെല്ലിൻ്റെ ഉള്ളിലത്തെ പാർട്സിൻ്റെ പ്രോട്ടീൻ സ്ട്രക്ചർ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഫാറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതാണ് മോളിക്യുലർ ബയോളജി. സെല്ലിൻ്റെ ഉള്ളിലത്തെ ഓർഗനൽസ് എന്തൊക്കെ കൊണ്ടുണ്ടാക്കുന്നത്, പ്രോട്ടീൻസ് ആയിരിക്കും, ഫാറ്റ്സ് ആയിരിക്കും, ലിപ്പിഡ്സ് ആയിരിക്കും. സോ ഇതിൻ്റെ ഒക്കെ മോളിക്യുലർ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്, അതാണ് മോളിക്യുലർ ബയോളജി. അതും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. സോ ടോട്ടലി ഈ ഫോസിൽസിൻ്റെ സ്റ്റഡി എന്ന് പറയുന്നത് ഭയങ്കര സയൻറ്റിഫിക് എവിഡൻസ് ആണ് നമുക്ക് എവല്യൂഷനെ കുറിച്ചിട്ട് തരണേന്ന് പറഞ്ഞിട്ട് പറയാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പ്രിമിറ്റീവ് ഫോസിൽസ് സിമ്പിളാണെന്നും അതേപോലെ റീസെൻ്റായിട്ട് കിട്ടുന്നത് കുറേ കൂടി കോംപ്ലെക്സ് ആണെന്നും ഇതിൻ്റെ ഇടയിൽ കുറച്ച് എന്താ പറയുക കണക്റ്റിംഗ് ലിങ്ക്, സർട്ടൻ ഫോസിൽസ് കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുമെന്നും നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് പഠിക്കാനുള്ളത് ഹോമോലോഗസ് ഓർഗൻസ് ആണ്. അപ്പോൾ ഈ ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവം? ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം കാണാൻ പുറത്ത് നിന്ന് കാണാൻ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. അതേപോലെ ഫങ്ഷൻസ് ഡിഫറെൻ്റ് ആണെങ്കിലും ചില ഓർഗൻസിൻ്റെ ഉള്ളിലത്തെ സ്ട്രക്ചർ ഒരേപോലെ ആയിരിക്കും. സോ ഓർഗൻസ് ഉള്ളിലെ സ്ട്രക്ചർ സെയിം ആണ്, പക്ഷെ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നു. അങ്ങനത്തെ ഓർഗൻസിനെയാണ് ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നത്. സോ അവരുടെ എക്സ്റ്റേണൽ ഈ ഫങ്ഷൻസിന് വേണ്ടിയിട്ടുള്ള അഡാപ്റ്റേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്റ്റേണൽ അപ്പിയറൻസ് എന്ന് പറയുക. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, ഈ നമ്മുടെ റെപ്റ്റൈൽസ്, അതായത് ഈ മറ്റേ പല്ലിയൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ക്രോക്കഡൈൽ ഉണ്ടല്ലോ, ക്രോക്കഡൈലിൻ്റെ മറ്റേ കാലുകളില്ലേ, ആ കാലുകൾ, അതേപോലെ പല്ലിയുടെ കാലുകൾ, അങ്ങനത്തെ സാധനം. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ബാറ്റ് എന്ന് പറഞ്ഞാൽ വവ്വാലിൻ്റെ വിങ്സ് നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമ്മുടെ സീ കൗ എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ സീ കൗവിൻ്റെ കാലുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, പക്ഷേ ഇത് പുറത്ത് കാണാൻ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അതേപോലെ എൻറ്റയർലി ഡിഫറെൻറ്റ് കാര്യങ്ങൾക്കാണ് ഇതൊക്കെ യൂസ് ചെയ്യണേ. ഇപ്പോൾ പല്ലിയാണെങ്കിൽ തന്നെയും മതിലിൻ്റെ മുകളിൽ കയറാനാണ് ഉപയോഗിക്കണത്, അതേസമയം സീ കൗ ആണെന്നുണ്ടെങ്കിൽ നീന്താനായിരിക്കും യൂസ് ചെയ്യണേ, അതേപോലെ ബാറ്റ് ആണെന്നുണ്ടെങ്കിൽ പറക്കാനാണ് യൂസ് ചെയ്യണത്. അപ്പോൾ എൻറ്റയർലി ഡിഫറെൻറ്റ് ഫംഗ്ഷനാണ്, എക്സ്റ്റേണൽ അപ്പിയറൻസ് ഡിഫറെൻ്റ് ആണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ അനാട്ടമി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ലുക്സ് വെരി സെയിം. അനാട്ടമി എന്ന് പറഞ്ഞാൽ ഉള്ളിലത്തെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ലുക്സ് ഭയങ്കര സിമിലർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. എന്ത് 2 കാര്യങ്ങളാണ്? ഈ ഇന്റേണൽ അപ്പിയറൻസ് സെയിം ആണെങ്കിലും എക്സ്റ്റേണൽ അപ്പിയറൻസ് മാറാം. ആ മാറുന്നതിൻ്റെ കാരണം അവർ പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസിന് അനുസരിച്ചിട്ടുള്ള മാറ്റമാണ്
എക്സ്റ്റേണലി വന്നിരിക്കുന്നത്. അവർ പെർഫോം ചെയ്യുന്ന ഫങ്ഷൻസിന് അനുസരിച്ചിട്ടുള്ള മാറ്റമാണ് എക്സ്റ്റേണലി വന്നിരിക്കുന്നത്. ഈവൻ ദോ ദെയർ ഇന്റേണൽ അപ്പിയറൻസ് ഇസ് സെയിം, ദ എക്സ്റ്റേണൽ അപ്പിയറൻസ് ഇസ് ഡിഫറെൻറ്റ് ബിക്കോസ് ദേ ആർ പെർഫോമിങ്, ദേ ഹാവ് adapted their appearance based on the functions they did. Okay, they are doing. അവർ എന്ത് ഫംഗ്ഷൻ ആണോ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണോ ഉപയോഗിക്കുന്നത്, അതിനനുസരിച്ചിട്ട് അഡാപ്റ്റഡ് ആവുകയാണ് ചെയ്തത്. അപ്പം അത് ഫസ്റ്റ്. ഇനി രണ്ടാമത്, ഉള്ളിലത്തെ സ്ട്രക്ചർ സെയിം ആണെന്ന് പറഞ്ഞല്ലോ. അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റണേ? ഉള്ളിലത്തെ സ്ട്രക്ചർ സെയിം ആണെങ്കിൽ അതിന് ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. അതെങ്ങനെയാത്? ഇപ്പം ഞാനും എൻ്റെ അനിയനും കാണാൻ വളരെ സിമിലർ ആണ്. ഓക്കെ, എൻ്റെ കണ്ണ് ബ്രൗൺ കളറാണ്, എൻ്റെ അനിയൻ്റെ കണ്ണ് ബ്രൗൺ കളറാണ്. അതേസമയം ഞാനും എൻ്റെ കസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ അനിയത്തിയുടെ മോള് എന്ന് പറയുന്നത് എൻ്റെ കസിനാണ്. അപ്പം എൻ്റെ ആൻസിസ്റ്റർ എന്ന് പറയുന്നത് എൻ്റെ അമ്മ, എൻ്റെ അനിയൻ്റെ ആൻസിസ്റ്റർ എന്ന് തൊട്ടുമുള്ളത്തെ ആൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് തൊട്ടടുത്തുള്ള ആൻസിസ്റ്റർ ഉണ്ട്. അപ്പം ഞങ്ങളുടെ അപ്പിയറൻസ് ഭയങ്കര സെയിം ആയിരിക്കും കാണാൻ. അതേസമയം ഞാനും എൻ്റെ കസിൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അമ്മയും അതേപോലെ എൻ്റെ കസിൻ്റെ അമ്മയുടെ അമ്മയും അവരാണ്, അതായത് ഒരു ലെവൽ കഴിഞ്ഞിട്ടുള്ള ആൻസിസ്റ്റർ ആണ്. നമ്മുടെ അമ്മമാർ സെയിം അല്ല, മറിച്ച് അമ്മയുടെ അമ്മമാർ സെയിം ആണ്. അപ്പോൾ ഒരു ലെവൽ കഴിഞ്ഞു, അപ്പോൾ അപ്പിയറൻസ് അത്ര സെയിം ആവണം എന്നില്ല. ഇനിയും ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പിയറൻസ് അത്രയ്ക്കും അങ്ങോട്ട് സെയിം ആവണം എന്നില്ല, അല്ലേ? അപ്പോൾ മുകളിലാണ് നമ്മുടെ ആൻസിസ്റ്റർ എന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പിയറൻസ് കുറേ സെയിം ആയിരിക്കും. അതിനേക്കാളും മുകളിലാണ് നമുക്ക് കോമൺ ആൻസിസ്റ്റർ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അപ്പിയറൻസ് സെയിം ആവണം എന്നില്ല. അങ്ങോട്ട് ദൂരേക്ക് പോകുമ്പോൾ അപ്പിയറൻസസ് ഡിഫറെൻറ്റ് ആയിക്കൊണ്ട് വരും. സോ ഇന്റേണൽ സ്ട്രക്ചർ സെയിം മീൻസ് വാട്ട്? ഇന്റേണൽ സ്ട്രക്ചർ സെയിം മീൻസ് വി ഹാവ് എ കോമൺ ആൻസിസ്റ്റർ സംവെയർ അറൗണ്ട്. നമുക്കൊരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടെന്ന് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാം എന്ന് പറയാണ്. ഓക്കെ, ഇതാണ് ഹോമോലോഗസ് ഓർഗൻസിൻ്റെ വഴി നമുക്ക് ആൻസിസ്റ്റേഴ്സിനെ ഡിറ്റർമിൻ ചെയ്യാം, അതേപോലെ എവല്യൂഷൻ ഡിറ്റർമിൻ ചെയ്യാം എന്ന് പറയണം. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ സിമിലർ ഇൻ സ്ട്രക്ചർ, ഉള്ളിലത്തെ സ്ട്രക്ചർ സെയിം ആണ്, ബട്ട് ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ആണ്, അതേപോലെ ഡിഫറെൻറ്റ് എക്സ്റ്റേണൽ അപ്പിയറൻസ് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 4 limbs ഓഫ് റെപ്റ്റൈൽസ്, അതുപോലെ തന്നെ വിങ്സ് ഓഫ് ബാറ്റ്, അതുപോലെ തന്നെ 4 limbs ഓഫ് സീ കൗ ഒക്കെയാണെന്ന് പറഞ്ഞു. ഈ 4 limbs എന്ന് പറയുന്നതിൽ നമ്മുടെ ബ്ലഡ് വെസൽസ് ഉണ്ട്, നെർവ്സ് ഉണ്ട്, മസിൽസ് ഉണ്ട്, ബോൺസ് ഉണ്ട്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതെല്ലാം ഏതാണ്ട് ഒരേപോലെ തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ എക്സ്റ്റേണൽ അപ്പിയറൻസ് വരാൻ കാരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. കാരണം അവർ ജീവിച്ചിരിക്കുന്ന സാഹചര്യവും അവരുടെ ഫങ്ഷൻസിന് വേണ്ടിയിട്ട് അത് അഡാപ്റ്റ് ആവുകയാണ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. അതേസമയം ഈ പറയണ പോലെ ഉള്ളിൽ സ്ട്രക്ചർ സെയിം ആണെന്നുള്ളതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമുക്ക് കോമൺ ആൻസിസ്റ്റർ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോൾ 2 കഴിഞ്ഞു. ഫോസിൽസിൻ്റെ കാര്യവും പറഞ്ഞു, അതുപോലെ മോർഫോളജിക്കൽ സ്റ്റഡിൻ്റെ കാര്യവും നമ്മൾ പറഞ്ഞു. മോർഫോളജി ഒരേപോലെ ആണെങ്കിൽ, ഹോമോലോഗസ് ഓർഗൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയണ പോലെ കോമൺ ആൻസിസ്റ്റർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തത് സെൽ സ്ട്രക്ചറും അതേപോലെ ഫിസിയോളജി, ബയോ കെമിസ്ട്രിയും ഫിസിയോളജിയും വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം എന്നാണ് ചോദ്യം. അപ്പം അതിൽ തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈക്രോബ്സ്, അതായത് ബാക്ടീരിയ, അതേപോലെ തന്നെ ഫംഗസ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, അതേപോലെ പ്ലാന്റ്സ്, ആനിമൽസ്, ഇവരൊക്കെ കണ്ടു കഴിഞ്ഞെങ്കിൽ ഇവർക്കൊരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല, അല്ലേ? ദേ ആർ ടോട്ടലി ഡിഫറെൻറ്റ്. ദ വേ ദേ ബിഹേവ്, ദ വേ ദേ അപ്പിയർ, എല്ലാം ഡിഫറെൻ്റ് ആണ്. പക്ഷേ നമ്മൾ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബാക്ടീരിയയുടെ ഒരു സെല്ലെടുത്തു, ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ഒരു സെല്ലെടുത്തു, ഒന്നൊക്കെ എത്ര സിമിലാരിറ്റീസ് ഉണ്ടാവും. ബാക്ടീരിയയുടെ ജനറ്റിക് ട്രേറ്റ്സിനെ, ഹെറിഡിറ്ററി ട്രേറ്റ്സിനെ ആരാ കൺട്രോൾ ചെയ്യണത്? ജീൻസാണ്. ഹ്യൂമൻ്റെ സെല്ലിൻ്റെ ജനറ്റിക് ട്രേറ്റ്സിനെ ആരാ കൺട്രോൾ ചെയ്യണത്? ജീൻസാണ്. ഈ പറയണ പോലെ കെമിക്കൽ റിയാക്ഷൻസിനെ ബാക്ടീരിയയുടെ സെല്ലിൽ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യണത്? എൻസൈംസ് ആണ്. നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ ആരാ കൺട്രോൾ ചെയ്യണത്? എൻസൈംസ് ആണ്. അതുപോലെ എനർജി എങ്ങനെ സ്റ്റോർ ചെയ്യണ ബാക്ടീരിയയിൽ? ATP ആയിട്ട്. നമ്മളും എനർജി ATP ആയിട്ടാണ് സ്റ്റോർ ചെയ്യണേ. അതേപോലെ ബാക്ടീരിയൽ സെല്ലിൻ്റെ ബേസിക് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്
കോംപ്ലക്സ്. നമുക്ക് വല്ല വ്യത്യാസമുണ്ടോ? നമുക്കും കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ് തന്നെയാണ്. അപ്പം അങ്ങനെ ചോദിച്ചു വരുമ്പോഴത്തേക്കും ബാക്ടീരിയയും ഹ്യൂമൻ ബീയിങ്ങും തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന ആൻസർ ഒരു വ്യത്യാസവും ഇല്ലാതാണ്. എന്നാൽ നമ്മൾ തമ്മിൽ വ്യത്യാസം ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. സോ എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റണേ? കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. കുറേ സിമിലാരിറ്റീസ് ഉണ്ടെങ്കിലും നമ്മൾ ഇവോൾവായി നമ്മുടെ സെല്ല് കുറേ കൂടി അഡ്വാൻസ്ഡ് ആയി. ഈവൻ ദോ വി ഷെയർ എ കോമൺ ആൻസിസ്റ്റർ, വി ഹാവ് അഡ്വാൻസ്ഡ് മച്ച്, വി ഹാവ് ഇവോൾവ്, അവർ സെൽസ് ഹാവ് ഇവോൾവ്ഡ് മച്ച്, ബട്ട് ദെൻ വി ഷെയർ എ കോമൺ ആൻസിസ്റ്റർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ഈ പറയുന്ന പോലെ ഈവൻ ദോ വി അപ്പിയർ ടോട്ടലി ഡിഫറെൻറ്റ് ഇൻ എ സെൽ പെർസ്പെക്റ്റീവ്, സെല്ല് വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എനർജി സ്റ്റോർ ചെയ്യുന്നത് ATP ആയിട്ടാണ്, നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ കൺട്രോൾ ചെയ്യുന്നത് എൻസൈംസ് ആണ്, നമ്മുടെ ഹെറിഡിറ്ററി ട്രേറ്റ് കൺട്രോൾ ചെയ്യുന്നത് ജീൻസ് ആണ്, അതേപോലെ ബേസിക് കോൺസ്റ്റിറ്റ്യുവൻസ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ് ഒക്കെ തന്നെയാണ്. രണ്ടെണ്ണത്തിലും ബാക്ടീരിയൽ സെല്ലാണെങ്കിലും ഹ്യൂമൻ സെല്ലാണെന്നുണ്ടെങ്കിലും വിച്ച് ഷോസ് ദാറ്റ് വി ഹാവ് എ കോമൺ ആൻസിസ്റ്റർ. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ മോളിക്കുലർ ബയോളജി വെച്ചിട്ടും വി ക്യാൻ സേ ദാറ്റ് വി ഷെയർ എ കോമൺ ആൻസിസ്റ്റർ. അതെങ്ങനെയാണ്? മോളിക്കുലർ ബയോളജി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളുടെ സെൽ ഓർഗനൽസ്, ബാക്കി കുറേ സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് പല പല മോളിക്യൂൾസ് വെച്ചാൽ, പ്രോട്ടീൻ മോളിക്യൂൾ ആയിരിക്കും, അതേപോലെ എന്താ പറയുക, ന്യൂക്ലിയോടൈഡ്സ് ആയിരിക്കും, അതുപോലെ തന്നെ ലിപ്പിഡ് ഉണ്ടാവും, ഫാറ്റ്സ് ഉണ്ടാവും, അങ്ങനത്തെ കുറേ മോളിക്യൂൾസ് ഉണ്ടാവും. ഈ മോളിക്യൂൾസിനെ നമ്മൾ കമ്പയർ ചെയ്യണം. നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോട്ടീൻ മോളിക്യൂൾസും അതേപോലെ തന്നെ വേറൊരു റാറ്റിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോട്ടീൻ മോളിക്യൂൾസ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും. അപ്പം അങ്ങനെ ഈ പ്രോട്ടീൻ മോളിക്യൂൾസ് സിമിലർ ആണോ അല്ലയോ? അത് സിമിലർ, കുറേ സിമിലാരിറ്റി ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് വി ഷെയർ എ കോമൺ ആൻസിസ്റ്റർ എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ ഈ പറയുന്ന പോലെ പല സ്പീഷീസിൻ്റെയും പ്രോട്ടീൻ മോളിക്യൂൾസ് നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുകയാണ്. അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ വ്യത്യാസങ്ങൾ കുറവാണെങ്കിൽ നമുക്ക് കോമൺ ആൻസിസ്റ്റർ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ അപ്പോൾ അതിൽ ഇവർ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? നമ്മൾ എന്താ പറയുക, ഹീമോഗ്ലോബിൻ. ഇപ്പം നമ്മുടെ ഹീമോഗ്ലോബിൻ എടുത്തു. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് നമ്മുടെ റെസ്പിറേറ്ററി പിഗ്മെൻറ്റാണ്. റെസ്പിറേറ്ററി പിഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റെസ്പിറേഷനെ സഹായിക്കുന്ന പിഗ്മെൻറ്റ്. റെസ്പിറേഷന് ഓക്സിജൻ കൊണ്ടുപോകാനും കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ടുപോകാനും ഹീമോഗ്ലോബിൻ സഹായിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഓക്സിജൻ കൊണ്ടുപോകാനായിട്ട് ഹീമോഗ്ലോബിൻ സഹായിക്കുന്നുണ്ട്, എല്ലാ പാർട്സിലേക്കും കൊണ്ടുപോകാൻ. അപ്പോൾ ഹീമോഗ്ലോബിൻ ബ്ലഡിലുള്ള ഒരു റെസ്പിറേറ്ററി പിഗ്മെൻ്റ് ആണ്. അത് മനുഷ്യനിലുണ്ട്, ചിമ്പാൻസിയിലുണ്ട്, ഗോറിലയിലുണ്ട്, റാറ്റിലുണ്ട്, ഇൻഫാക്ട് കുറേ സാധനങ്ങളുണ്ട്. തൽക്കാലം നമ്മൾ ഇത്രയും 4 പേരിലുണ്ട് എന്നുള്ളതാണ് അതാണ് നമ്മുടെ ഹൈലൈറ്റ്. മാൻ, ചിമ്പാൻസി, ഗോറില്ല, റാറ്റ്. അപ്പം നമ്മളുടെ 4 പേരുടെയും പ്രത്യേകത എന്താണെന്നറിയോ? നമുക്ക് ഈ ഹീമോഗ്ലോബിനിലെ പ്രോട്ടീൻസ് ഉണ്ട്. ഈ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് അമിനോ ആസിഡ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കണം. അപ്പോൾ എത്ര ചെയിൻ, ഇപ്പോൾ ചെയിൻസ് ഓഫ് അമിനോ ആസിഡ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കണം. പല ടൈപ്പ് ചെയിനുകളുണ്ട്. അതിൽ തന്നെ എന്താണെന്നറിയോ, 2 ആൽഫ ചെയിന്, 2 ബീറ്റ ചെയിൻ. അപ്പോൾ ഈ ആൽഫ ചെയിൻ, ബീറ്റ ചെയിനൊക്കെ നമ്മൾ 11th സ്റ്റാൻഡേർഡ് ആകുമ്പോഴേ പഠിക്കുള്ളൂ. ഇപ്പം അതിനെക്കുറിച്ച് ഇലാബറേറ്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യമില്ല. അപ്പം എന്താണ് നമ്മുടെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്? നമ്മുടെ മാത്രമല്ല, മാൻ, ചിമ്പാൻസി, ഗോറില്ല, റാറ്റ് 4 പേരുടെയും ഹീമോഗ്ലോബിൻ ഉണ്ടാക്കിയേക്കണേ 2 ആൽഫ ചെയിൻ ആൻഡ് 2 ബീറ്റ ചെയിൻസ് ഓഫ് അമിനോ ആസിഡ്സ് വെച്ചിട്ടാണ്. അമിനോ ആസിഡ് വെച്ചിട്ടാണ് 2 ആൽഫ ചെയിൻ, 2 ബീറ്റ ചെയിൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കണം. സോ ഈ നമ്മൾ ഒരേ ഒരു ബീറ്റ ചെയിൻ എടുത്തു. അമിനോ ആസിഡ്സ് ഓഫ് ബീറ്റ ചെയിൻ എടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള ഓർഗാനിസത്തിൻ്റെ ഹീമോഗ്ലോബിൻ്റെ ബീറ്റ ചെയിൻ എടുത്തിട്ട് കമ്പയർ ചെയ്തു. സോ നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ ബീറ്റ ചെയിനും അതേപോലെ തന്നെ ബാക്കിയുള്ള ഓർഗാനിസത്തിൻ്റെ ഹീമോഗ്ലോബിൻ്റെ ബീറ്റ ചെയിനും എടുത്ത് കമ്പയർ ചെയ്തു. കമ്പയർ ചെയ്തപ്പോൾ എന്താണ്? ചിമ്പാൻസിയും നമ്മളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അതിൻ്റെ അർത്ഥം എന്താ? നമ്മളും ചിമ്പാൻസിയും തൊട്ടടുത്തുള്ള ആൻസിസ്റ്റേഴ്സിന് കോമൺ ആയിട്ടുള്ളവരാണ്. അതേസമയം ഗൊറില്ലേനെ സംബന്ധിച്ചിടത്തോളം ഒരു അമിനോ ആസിഡായിട്ട് ഡിഫറെൻ്റ് ആണ്. അപ്പം നമുക്ക് ഇത്തിരിയും കൂടി ദൂരെയുള്ള കോമൺ ആൻസിസ്റ്ററാണ് ഉള്ളത്. അതേസമയം റാറ്റുമായിട്ട് 31 അമിനോ ആസിഡിൻ്റെ വ്യത്യാസമുണ്ട്. നമ്മൾ തമ്മിൽ കുറേ പഴയ ബന്ധമേ ഉള്ളൂ, കുറേ പഴയ ആൾക്കാരാണ് നമുക്ക് സെയിം ആയിട്ട് ആൻസിസ്റ്ററായിട്ട് ഉള്ളത്. സോ തൊട്ടടുത്തുള്ള ആൻസിസ്റ്റർ അല്ല സെയിം ആയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലായോ? അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് എന്താ പറഞ്ഞാൽ, ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന റെസ്പിറേറ്ററി പിഗ്മെൻ്റ് ആണ്. നമ്മുടെ 4 പേരുടെ ഹീമോഗ്ലോബിൻ്റെ 2 ആൽഫ 2 ബീറ്റ ചെയിൻ വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കണേ. അതിൽ ഒരു ബീറ്റ ചെയിനിൻ്റെ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ തന്നെ
നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. ചിമ്പാൻസിയായിട്ട് ഒരു വ്യത്യാസമില്ല, ഗൊറില്ലയായിട്ട് ഒരു വ്യത്യാസമുണ്ട്. അതേസമയം റാറ്റിന് 31 വ്യത്യാസങ്ങളുണ്ട്. അമിനോ ആസിഡിൻ ആണ് കമ്പയർ ചെയ്യണം. സോ നമുക്ക് മനസ്സിലാക്കാം നമ്മളും ചിമ്പാൻസിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാം. വി ഷെയർ എ കോമൺ ആൻസെസ്റ്റർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ പറയുന്നത് പോലെ എങ്ങനെയാ അമിനോ ആസിഡിൽ വ്യത്യാസം വരുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞു മ്യൂട്ടേഷൻസ് ജീൻസിലൊക്കെ ചെയ്യുമ്പോഴാണ് ഈ കുഞ്ഞു വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പം ഈ എന്ത് ജീനിലാണ് മ്യൂട്ടേഷൻ വരുന്നത്? നമ്മുടെ അമിനോ ആസിഡ് എങ്ങനെയാണ് പ്രോട്ടീനിൽ വരേണ്ടത്, അമിനോ ആസിഡ് ഏത് സീക്വൻസിലാണ് വരേണ്ടത് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ജീൻസ് ഉണ്ട്. അപ്പോൾ ഒരു പ്രോട്ടീനിൽ എങ്ങനെ ഉണ്ടാവും? മുത്ത് പോലെ കുറേ ഒരു അമിനോ ആസിഡാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ പച്ച മുത്തുണ്ടാവും, റെഡ് മുത്തുണ്ടാവും, ബ്ലൂ മുത്തുണ്ടാവും എന്ന് വിചാരിച്ചോ. അപ്പോൾ അതായിരിക്കും നമ്മുടെ അമിനോ ആസിഡിൻ്റെ സീക്വൻസ്. ഇത് ഇങ്ങനെ തന്നെ വരണം എന്ന് തീരുമാനിക്കുന്ന ജീൻസുകളുണ്ട്. അപ്പോൾ ഈ ജീനിൽ ഒരു കുഞ്ഞു മാറ്റം തന്നെ വന്നാലും അമിനോ ആസിഡും മാറാം, ഈ പറയുന്ന പോലെ അമിനോ ആസിഡിൻ്റെ സീക്വൻസും മാറാം. അതിനനുസരിച്ചിട്ട് കുറേ ചേഞ്ചസ് നമ്മുടെ പ്രോട്ടീൻസിലും പ്രോട്ടീൻ സ്ട്രക്ചറിലും നമ്മുടെ ഓർഗൻസിലും ഒക്കെ വരും, റിഫ്ലക്റ്റഡ് ആവും എന്ന് പറഞ്ഞിട്ട് പറയാണ്. ഓക്കെ, സോ മ്യൂട്ടേഷൻസ് മേ ഒക്കർ ഇൻ ദ ജീൻസ് ദാറ്റ് ഡിറ്റർമിൻ ദ അമിനോ ആസിഡ് സീക്വൻസ് ഇൻ ദ പ്രോട്ടീൻ മോളിക്യൂൾ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ അമിനോ ആസിഡ്സ് ചേഞ്ച് ആവും. അത് വെച്ചിട്ടാണ് നമ്മൾ ഹീമോഗ്ലോബിൻ്റെ എക്സാമ്പിളും കൂടി വെച്ചിട്ട് നമ്മൾ പറയുന്നത്. സോ ഹീമോഗ്ലോബിൻ്റെ ബീറ്റ ചെയിൻ മാത്രം കമ്പയർ ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, നമുക്ക് ഒരു കാര്യം എന്താ മനസ്സിലായി? മാൻ ആൻഡ് ചിമ്പാൻസി ഹാവ് എ വെരി കോമൺ ആൻസിസ്റ്റർ. തൊട്ടടുത്ത് തന്നെയാണ്, വെരി നിയർ ആൻസിസ്റ്റർ ഹൂ ഇസ് കോമൺ. ബട്ട് ദെൻ ബീറ്റ ചെയിൻ ഓഫ് റാറ്റും അതേപോലെ തന്നെ നമ്മളും കമ്പയർ ചെയ്തപ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലായി. സോ എവല്യൂഷണറി പോയിന്റ് ഓഫ് വ്യൂവിൽ വി ക്യാൻ സേ ദാറ്റ് chimpanzee is very very close to man because there is no change in the beta chain of hemoglobin, amino acids of the hemoglobin എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ 3 തെളിവുകൾ മനസ്സിലായോ? ഫോസിൽസ്, അതേപോലെ തന്നെ ഹോമോലോഗസ് ഓർഗൻസ്, 4 തെളിവുകളാണ്. ഫോസിൽസ്, ഹോമോലോഗസ് ഓർഗൻസ്, അതേപോലെ ബയോകെമിക്കൽ നമ്മൾ എക്സാമ്പിൾസ് പറഞ്ഞത്, അതേപോലെ മോളിക്കുലർ ബയോ. സോ നമുക്ക് പഠിക്കാനുള്ളത് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ്.